ഹായ് ഫ്രണ്ട്സ്, സൂഷ്യസ് പാരഡൈസ് ഫോർ ആനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ ആഴ്ചകളായി എൻ്റെ വീഡിയോ ഇടൽ ഇങ്ങനെ സമയം തെറ്റി പോകുന്നു. എൻ്റെ സബ്സ്ക്രൈബർ കുറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ ഇടാൻ സത്യത്തിൽ വയ്യാത്ത ഒരവസ്ഥയിലാണ്. എന്നാലും എൻ്റെ സബ്സ്ക്രൈബർ കുറയുന്ന കാണുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഇടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്ന് സമയത്തിന് ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കൊരു 6 മാസമായിട്ട് എൻ്റെ ഈ ഇടത്തെ മൂക്കിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ തുള്ളി പോലെ, നമ്മുടെ പൈപ്പിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴും പോലെ, നല്ല പച്ചവെള്ളം പോലത്തെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുമായിരുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ സൈനസൈറ്റിസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വെയിൽ മങ്ങി കുളിച്ചാൽ, തലയിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ എണ്ണ ഇട്ടാൽ, തണുത്ത വെള്ളം കുടിച്ചാൽ, നമ്മൾ ഈ ഷാർജ ജ്യൂസ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത സാധനങ്ങൾ കഴിച്ചാലൊക്കെ ഈ പറയുന്ന ഇതുപോലെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല. ഒരു ദിവസം തലയിൽ എണ്ണ ഇട്ടിത്തിരി താമസിച്ച് കുളിച്ചതിന് ശേഷമാണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഞാനത് അത്ര കാര്യമാക്കിയില്ല. സ്ഥിരമായിട്ട് വരുന്നതാണല്ലോ എന്ന് കരുതി. സാധാരണ വന്നാൽ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് മാറും. ഇത് അതുപോലെ മാറുമെന്ന് കരുതി, പക്ഷേ 6 മാസമായിട്ടും മാറിയില്ല. ഞാൻ വിഴിഞ്ഞം ഹോസ്പിറ്റലിൽ പോയി ഒരു 3 കോഴ്സ് മരുന്ന് കഴിച്ചു. ഹോമിയോയിൽ പോയി കഴിച്ചു 2 കോഴ്സ്. ആയുർവേദത്തിൽ പോയി 2 കോഴ്സ് മരുന്ന് കഴിച്ചു. എവിടെ നിന്നെല്ലാം കഴിച്ചിട്ടും എൻ്റെ അസുഖത്തിന് ഒരു മാറ്റവും വന്നില്ല. പക്ഷെ എനിക്ക് അലർജി ഉണ്ട്. പൊതുവെ മെഡിസിൻ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും എനിക്ക് അലർജിയുണ്ട്. അപ്പോൾ ഞാൻ കരുതി, ആ സമയത്തൊക്കെ ഞാൻ കൂടുതൽ പറമ്പ് പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ കരുതി മണ്ണുമായിട്ടുള്ള സമ്പർക്കം, ഈ അരമുള്ള പുല്ല്, ഇതൊക്കെ അലർജിയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പുല്ല് കൈകൊണ്ട് പറിക്കുമ്പോഴൊക്കെ അലർജി കൂടിയിട്ട് വന്നതാണെന്ന് ഞാൻ കരുതി. പക്ഷേ അതൊന്നും അല്ലായിരുന്നു. അതിങ്ങനെ ക്രമാതീതമായി കൂടിയപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ എഴുതി വാങ്ങി. അപ്പോൾ പോകാനുള്ള ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് കുറേ ആഴ്ച എഴുതി വാങ്ങിയിട്ട് അത് വീണ്ടും കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഒട്ടും വയ്യാതെ ആയപ്പോൾ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ അന്ന് തന്നെ എക്സ്റേ എടുത്തപ്പോൾ എക്സ്റേയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. തലയെല്ലാം നല്ല ക്ലിയർ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കുറേ ടെസ്റ്റൊക്കെ എഴുതി തന്നു. അത് CSF പ്രൈനോറിയ എന്നാണ് എൻ്റെ അസുഖത്തിൻ്റെ പേര്. CSF ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനകത്തുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലൂയിഡ്, ഒരു വെള്ളം, ജലാംശം ആണ്. അതാണ് എൻ്റെ മൂക്കിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തലച്ചോറിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഇത് എൻ്റെ മൂക്ക് വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് അണുബാധ ഉണ്ടാകാനും ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാണത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കെപ്പോഴും തലചുറ്റൽ, തലവേദന, കൈകാൽ മരവിപ്പ്, ക്ഷീണം, എപ്പോഴും ഉറങ്ങണമെന്നുള്ള ചിന്ത, ഇങ്ങനെയൊക്കെ എനിക്ക് ലക്ഷണങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ ഈ CSF പ്രൈനോറിയ എന്നുള്ള ഈ അസുഖത്തെക്കുറിച്ച് സാധാരണ നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ല. അപ്പോൾ ഈ തലച്ചോറിൽ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത്രത്തോളം നമ്മുടെ അവസ്ഥ മോശപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വരാനുള്ളൊരു 4-5 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ തലച്ചോറിൽ മുഴയോ, അതായത് ട്യൂമറിൻ്റെ മുഴയോ എന്തെങ്കിലും വരുന്നതാണ്. 2, നമുക്ക് ഈ സ്കൂട്ടർ ആക്സിഡൻറ്റ്, വണ്ടി ആക്സിഡൻ്റ് ഒക്കെ പറ്റുമ്പോൾ നമ്മുടെ തല എവിടെയെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ ഇടിക്കുന്ന ടൈമിൽ അസ്ഥികൾക്ക് പൊട്ടൽ ഉണ്ടാകുന്ന അത് കാരണവും ഇങ്ങനെ CSF പ്രൈനോറിയ ഉണ്ടാകും. പിന്നെ ഒന്നെന്ന് പറയുന്നത് അലർജി മൂലം ഉണ്ടാവും. പിന്നെ ഒന്ന്, നമ്മുടെ അമിതമായ തലയിലുള്ള പ്രഷർ, അമിതമായിട്ട് നമ്മളിങ്ങനെ ഈ തലയ്ക്കകത്തുണ്ടാകുന്ന, ചിന്തിക്കുന്നതുകൊണ്ടാവണമെന്ന് തന്നെ ഇല്ല, തലയ്ക്കകത്തുണ്ടാകുന്ന ഒരു തരം പ്രഷർ കൊണ്ടും ഇങ്ങനെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് അലർജി ഉണ്ട്. പിന്നെ ആക്സിഡൻറ്റിലൊന്നും എനിക്ക് തലയ്ക്കടി കിട്ടിയിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ട്യൂമറിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പം ട്യൂമർ എന്തായാലും പരിശോധനയിൽ അല്ല എന്ന് തെളിഞ്ഞു. പൊട്ടലുണ്ട്. ഇവിടെ തലയ്ക്കും നെറ്റിക്കും ഇടയിലുള്ള ഇവിടെയാണ് അസ്ഥിയുടെ ഈ ബോർഡർ. ഈ പുരികത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് പൊട്ടൽ എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഇവിടുന്ന് ലീക്കേജ് ഈ മൂക്ക് വഴി വരുന്നത്. അപ്പോൾ എൻ്റെ സ്കാനിങ്ങിൻ്റെ റിസൾട്ടിൽ 1.7
7x1.6 mm ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന, ആ ഒരു പൊട്ടലിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന. അപ്പോൾ എനിക്കിപ്പോൾ തല കുനിഞ്ഞിരിക്കും ജോലി ചെയ്യാൻ പറ്റില്ല, കുനിഞ്ഞിരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റില്ല. എപ്പോഴും ഞാൻ തല ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഇതിങ്ങനെ പോകാൻ പാടില്ലല്ലോ. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഈ 6 മാസവും ഈ ശല്യം എങ്ങനെയെങ്കിലും അങ്ങ് ഒഴുകി പോകുമ്പോൾ എൻ്റെ ഈ അസുഖം മാറുമല്ലോ എന്ന് കരുതി ഇത് പോകാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇടതുവശം ചെരിഞ്ഞ് കിടക്കും. അപ്പോൾ ഇതങ്ങ് തലയണ മൊത്തവും രാത്രി ഒഴുകി ഇഷ്ടം പോലെ പോകും. അതിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ മൂക്ക് പിടിച്ച്, വന്നില്ലെങ്കിലും ചെറുതായിട്ട് വരുമ്പോഴേ മൂക്ക് പിടിച്ച് കളയുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് കളയാതിരിക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. ഇപ്പോൾ തലയണ എൻ്റെ കട്ടിലിൽ ഒരു കാലിൻ്റെ അടിയിൽ ചുടുകല്ല് വെച്ച് പൊക്കി കിടക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. തല പൊങ്ങിയിരിക്കുക. മാക്സിമം ഈ വെള്ളം പോകാതെയാണ് നമ്മൾ സംരക്ഷിക്കണം. ഇത് പോയിക്കഴിഞ്ഞാൽ തലച്ചോറ് വറ്റി വരണ്ട് മരുഭൂമി പോലെ ആവും. അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനത് പോകാതിരിക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആർക്കെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും വേഗം ഡോക്ടറെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ ലക്ഷണങ്ങളും അവസ്ഥകളും ഞാൻ പറയാം. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ തന്നെ റെഫർ വാങ്ങി പോയി നിങ്ങൾ കാണിക്കണം. സാധാ ആശുപത്രി കാണിച്ചുകൊണ്ടൊന്നും സമയം കളയരുത്. ചിലർക്കൊക്കെ ഈ അസുഖമുള്ളവർക്ക് വോമിറ്റിംഗ് 1 മാസമൊക്കെ ആയവർക്ക് തന്നെ വോമിറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു. ദൈവം സഹായിച്ച് എനിക്ക് 6 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ വോമിറ്റിംഗ് ഇല്ല. പക്ഷേ എനിക്ക് അടുത്തായിട്ട് 6 മാസം തികഞ്ഞ മാസത്തിൽ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. എനിക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നും. പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ വോമിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഇടത് കൈ, ഇടത് കാല്, ഉപ്പൂറ്റി, ചെറുവിരൽ, അതിനടുത്ത വിരൽ, ഇത്രയും ഭാഗമൊക്കെ മരവിച്ചതുപോലെ തോന്നും. മരവിച്ചത് എന്ന് പറയാൻ പറ്റും, ഒരു പ്രത്യേക ഫീലിംഗാണ്. കറണ്ട് പാസ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗാണ്. പിന്നെ ഇടത് കാലിന് തേരി കയറ്റം കയറുമ്പോൾ ഇടത് കാലിന് ഒരു വലിയ ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും. പിന്നെ തലചുറ്റൽ, ക്ഷീണം, എപ്പോഴും ഉറങ്ങണമെന്നുള്ള തോന്നൽ, ആഹാരത്തോടൊക്കെ ഏകദേശം ഒരു വെറുപ്പ് പോലെയൊക്കെയാണ്. ഫുഡൊന്നും കഴിക്കാൻ വലിയ ഒരു താല്പര്യം ഇപ്പം നമുക്കില്ല. പിന്നെ എല്ലാത്തിനോടൊരു ദേഷ്യം, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാനൊന്നുമുള്ളൊരു താല്പര്യമൊന്നും നമുക്ക് ഒന്നിനോടും ഇല്ല. ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ അപ്പോൾ നിങ്ങളും എന്തെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെച്ച് താമസിക്കരുത്. എത്രയും വേഗം ഡോക്ടറെ കാണുക. അതുപോലെ തന്നെ എനിക്ക് ഈ ഫ്ലൂയിഡ് എടുത്തിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. 4 ടെസ്റ്റ് ഉണ്ടായിരുന്നു. മൊത്തം 5 ടെസ്റ്റ്. അതിൽ 4 എണ്ണം ഈ CSF സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകളാണ്. അത് ഇത്തിരി കോസ്റ്റ്ലി ആയ ടെസ്റ്റാണ്. ഇവിടങ്ങളിൽ നമ്മുടെ അടുത്ത ലാബുകളിലൊന്നും ഈ ടെസ്റ്റ് കാണത്തില്ല. മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊക്കെ ഉള്ള വലിയ വലിയ ലാബുകളിൽ മാത്രമേ ടെസ്റ്റ് കാണൂ. ഒരു ടെസ്റ്റ് തന്നെ 7000 രൂപയോളമാണ് പല ലാബുകാർ റേറ്റ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ തന്നെ നല്ല റേറ്റായി ഒക്കെ ചെയ്തു വന്നപ്പോൾ സ്കാനിങ്ങും 4500 രൂപയൊക്കെയാണ് റേറ്റ് പറഞ്ഞത്. പക്ഷെ അത് മരുന്ന് കുത്തി വെക്കണ്ടാത്തത് കൊണ്ട് എനിക്ക് 2000 രൂപയ്ക്ക് അത് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റുകളെല്ലാം വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തുടക്കത്തിലെ അസുഖം കാണിക്കുന്നതായിരിക്കും നല്ലത്. കാരണം തലയാണ് നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്ന തലച്ചോറ്. അപ്പോൾ അതിനൊരു ഡാമേജ് വന്നാൽ പിന്നെ നമ്മുടെ മൊത്തത്തിലുള്ള താളം തെറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല മറവിയുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അത് ഇടതല്ല വലത് മൂക്കായാലും ആവാം. പൊട്ടൽ വലത് സൈഡിലാണെങ്കിൽ വലത് മൂക്കിൽ കൂടെ ആവാം വരുന്നത്. എനിക്ക് ഇടതായതുകൊണ്ട് എനിക്കിവിടെ ഒരു വേദന ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിനി ഒരു സാധ്യതയുള്ളത്, എൻ്റെ ജീവിതം എല്ലാവർക്കും അറിയും പോലെ പട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. എൻ്റെ ഓർമ്മയിൽ 2 തവണ എൻ്റെ കാലിൻ്റെ ഇടയിൽ പട്ടി ഇങ്ങനെ ചുറ്റിയിട്ട് ഞാൻ കമന്ന് മുഖം അടിച്ച് 2 തവണ വീണിട്ടുണ്ട്. അതിൽ ഒരു തവണ ഒരു പൂച്ചയെ പട്ടി പിടിക്കാതെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. അന്ന് മുഖം അടിച്ച് വീണു. എൻ്റേതായി ഈ പല്ല് പകുതി വെച്ച് പൊട്ടി. മുഖം
മൊത്തം വരഞ്ഞ് സ്ക്രാച്ചായിട്ട് മുറിവായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നൊരു പക്ഷേ സ്വാഭാവികമായും എൻ്റെ ഇവിടെ ഇടി കിട്ടിയിരുന്നു. കാരണം ഇവിടെ അത്രയും ഉരവുണ്ടായിരുന്നു. ഒരു പക്ഷെ അന്ന് കിട്ടിയതായിരിക്കാം ഇത്രയും വർഷം കൊണ്ട് അത് ചെറിയ പൊട്ടൽ വലുതായി വലുതായി കാലങ്ങൾ കൊണ്ട് അത് അസ്ഥി ദ്രവിച്ചത് പൊട്ടലായതായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. അന്ന് എൻ്റെ മുഖത്തിനായിരുന്നു മൊത്തം പരിക്ക്. അതിന് ശേഷം ഒരു 2 വർഷം മുമ്പും ഒരു പട്ടി ഇങ്ങനെ എൻ്റെ വീട്ടിലെ പട്ടി തന്നെ, ഞാൻ ഫ്രണ്ടിലോട്ട് ഓടിയപ്പോൾ അവൻ ഓപ്പോസിറ്റ് ഓടി വന്ന് എൻ്റെ കാലിൽ തട്ടി. അപ്പോഴും ഞാൻ മുറ്റത്ത് കരിങ്കല്ലാണ് മുറ്റത്ത് അടുക്കിയിരിക്കുന്നത്, അതിൽ അടിച്ച് ഞാൻ വീണു. പക്ഷെ അന്ന് സാധ്യത കുറവാണ്. പക്ഷേ ഈ ആദ്യം പറഞ്ഞ സംഭവത്തിൽ, ഈ പല്ല് പൊട്ടിയ സംഭവത്തിൽ സംഭവിക്കാൻ എനിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് ഇവരെ കയ്യിൽ നിന്ന് കിട്ടാൻ, എൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടാനേ സാധ്യതയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ എനിക്ക് വണ്ടി ആക്സിഡൻറ്റിലൊക്കെ ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വീഴ്ചയൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ആക്സിഡൻ്റൊക്കെ പറ്റി തലയ്ക്ക് തട്ട് കിട്ടിയോ ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ എന്ന് ഡോക്ടർമാർ ചോദിക്കുന്നതിൻ്റെ സാരാംശം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തലയ്ക്കുള്ള ഏതെങ്കിലും അസ്ഥിക്ക് പൊട്ടലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായി ഛർദ്ദിൽ വരും. അതുകൊണ്ടാണ് എനിക്കും ഇപ്പോൾ ഈ പൊട്ടൽ വന്നതുകൊണ്ട് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും വേഗം ഡോക്ടറെ കാണുക, ചികിത്സിക്കുക. അതുപോലെ ഈ CSF റൈനോറിയ എന്ന് പറഞ്ഞ രോഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് വന്നിട്ടുള്ളവരോ അതുമായിട്ട് അടുപ്പമുള്ളവരോ ആർക്കെങ്കിലും ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഞാനും ആദ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് മലയാളത്തിലൊന്നും വലിയ ഇതായിട്ട് വീഡിയോകളൊന്നും കണ്ടിട്ടില്ല. ഇത് വന്ന ഒരു കൊച്ചിൻ്റെ ഒരു വീഡിയോ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയപ്പോഴാണ് കറക്റ്റായിട്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ കൊച്ചും പറഞ്ഞത്. ആ കൊച്ചിന് 1 മാസമായപ്പോൾ തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ അതിന് ഛർദ്ദിലൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ബെഡ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ 6 മാസം കൊണ്ട് നടന്നു. എൻ്റെ ഡോക്ടർ എന്നോട് ബെഡ് റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സത്യത്തിൽ നമുക്ക് ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ വീട്ടിലെ അവസ്ഥ കൊണ്ട് ആരും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ദൈവം എന്നെ അത്രത്തോളം ഒന്നും ആക്കിയില്ല. പക്ഷേ നല്ല ക്ഷീണമുണ്ട്. എനിക്ക് ഫോണിലൊന്നും ഒത്തിരി നേരം നോക്കാൻ വയ്യ. ബുക്കുകളൊന്നും അധികം വായിക്കാനോ എഴുതാനോ ഒന്നും പറ്റുന്നില്ല. എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട്. കുറേ നേരം സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഇടലൊക്കെ ഇത്രയും ലേറ്റായി നീണ്ടു പോകുന്നത്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ക്ഷമിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോകൾ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.